12 പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് വാക്യം പ്രതി വാക്യമായിട്ട് നമുക്ക് അത് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അല്പം വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. പിന്നീട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ വിശദമായിട്ട് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. മുൻപേ ഒരു ചോദ്യം, പെതുവേൽ എന്നുള്ള ദൈവത്തിന്റെ വാതിൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പെതുവേൽ അത് യോവേൽ പ്രവചനത്തിലാണ്. യോവേൽ പ്രവചനം ആരംഭിക്കുമ്പോൾ പെതുവേലിന്റെ മകനായ യോവേലിന് ഉണ്ടായ അരുളപ്പാട്. അപ്പൊ ആ പെതുവേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവീക വാതിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാതിൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവയുടെ ദിവസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അത് മഹോപദ്രവ കാലത്തെക്കുറിച്ചാണ്. അതും ഈ യഹോവയുടെ ദിവസത്തിൽ വരുന്നതാണ്. ഈ ക്രിസ്തുവിന്റെ നാൾ എന്ന് നമ്മൾ ഇന്നലെ ഒന്ന് പരാമർശിച്ചു. അത് മനസ്സിലായോ? എന്തോ ക്രിസ്തുവിന്റെ നാൾ? യഹോവയുടെ ദിവസമുണ്ട്, ക്രിസ്തുവിന്റെ നാളുമുണ്ട്. യഹോവയുടെ ദിവസം ഞാൻ പറഞ്ഞു, അതൊരു 1007 വർഷം ഉൾക്കൊള്ളുന്നതാണ് യഹോവയുടെ ദിവസം. ഒരു ദിവസം എന്നുള്ള ഒറ്റ ദിവസമല്ല. എന്നാൽ ക്രിസ്തുവിന്റെ നാൾ അത് യഥാർത്ഥത്തിൽ ഒരു ദിവസം എന്നുള്ളതിനേക്കാൾ ഒരു പ്രത്യേക സമയത്ത് സംഭവിക്കുന്ന ഒരു ഇവന്റാണ്, ഒരു സംഭവമാണ്. എന്തോ ക്രിസ്തുവിന്റെ നാൾ. ഒരു വാക്യം ഇന്നലെ കോട്ട് ചെയ്തിരുന്നു. 2 Corinthians 2:10 അല്ല 5:10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് തീയതാകലും അതിന് തക്കവണ്ണം എന്നതിന് നാം ഓരോരുത്തരും ദർശനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകും. We all have to be manifested before the judgment seat of Christ. അപ്പം അത് ദൈവം നമ്മുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്നുള്ളതാണ് വിഷയം. അല്ലാതെ ബാക്കി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. ഈ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു അതവിടെ പരാമർശിക്കപ്പെടും. തീർച്ചയായിട്ടും അതിന് റിവാർഡ് നമുക്ക് തരും. അവിടെ നമ്മുടെ കർത്താവ് ഇരിക്കുന്നത് ഭീമ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് അത് ഭീമ എന്ന് പറയുന്ന ന്യായാസനമാണ്. അത് വലിയ സ്റ്റേഡിയത്തിലൊക്കെ സ്പോർട്സ് നടക്കുമ്പോൾ ആ ഉയർന്ന പീഠത്തിലിരുന്ന് അത് ജഡ്ജ് ചെയ്യുവാനായിട്ട് ജഡ്ജസ് അവിടെ ഇരിക്കും. ആ ന്യായാസനത്തിനാണ് ഭീമ എന്ന് പറയുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുന്നു. മരം, പുല്ല്, വൈക്കോൽ, പൊന്നെ, വെള്ളി, വിലയേറിയ കല്ല്. അപ്പോൾ ഇത് രണ്ടും ശോധന ചെയ്യുന്നത് തീയാണ്. പിന്നെ നമ്മുടെ കർത്താവിന്റെ നീതിന്യായപരമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഇത് ശോധന ചെയ്ത് കഴിഞ്ഞു. ഇന്ന് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ യുഗമാണ്. ഇനിയും നമ്മളൊന്നും അറിയേണ്ട AI-യുടെ യുഗമാണ്, അല്ലെ? ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഈ സകല കാര്യങ്ങളും ഇങ്ങനെ വരികയാണ്. അവിടെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറയുന്ന ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ദൈവത്തോട് പ്രതിവാദം പറയാതിരിക്കത്തക്കവണ്ണം എവറിത്തിങ് ഈസ് ക്ലിയർ ദയർ. അത് വെച്ചുകൊണ്ടാണ് നമ്മളെ നമുക്ക് പ്രതിഫലം തരുന്നത്. അത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, അല്ലെങ്കിൽ ആ പ്രതിഫലം അവിടെ നമുക്ക് തരുന്ന കിരീടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്റ്റീഫാനോസ്, ഡയാഡം എന്ന് പറയുന്നത് രാജാക്കന്മാർ വെക്കുന്ന കിരീടത്തിനാണ് ഡയാഡം എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റീഫാനോസ് അല്ലെങ്കിൽ സ്റ്റീഫൻ എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് ഈ വാക്കിൽ നിന്നാണ്. അത് വിജയികൾക്ക് കൊടുക്കുന്ന കിരീടം, അതിനാണ് സ്റ്റീഫാനോസ് എന്ന് പറയുന്നത്. ആ കിരീടമാണ് തരുന്നത്. പിന്നെ വാടാത്ത കിരീടം, പിന്നെ ജീവകിരീടം, നീതിയുടെ കിരീടം, അങ്ങനെ 5 കിരീടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ കിരീടങ്ങൾ അവരവർ കർത്താവിന് വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയും. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ആ സാക്ഷ്യം എന്നുള്ള വാക്കിൽ നിന്നാണ് മാർട്ടൂറിയൻ അല്ലെങ്കിൽ രക്തസാക്ഷി എന്നുള്ള വാക്ക്. ഇതിനെല്ലാം ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത് ക്രിസ്തുവിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്നുള്ള കാര്യം ആണ് ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, കുഴപ്പമില്ലാതെ പറയുന്നതിന് എല്ലാ ഡിസംബർ 31 കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു പിന്നെ എന്ന് നമ്മൾ പറയും. അവിടെ നമ്മൾ പറയുന്ന സാക്ഷ്യം എന്തെല്ലാം അനുഗ്രഹങ്ങൾ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ കാര്യങ്ങൾ. എന്നാൽ നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റുമോ? പറയണം. അതാണ് റിയലായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. സുവിശേഷത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഈ കഴിഞ്ഞ ഒരു വർഷം ഞാൻ എന്ത് ചെയ്തു?
അപ്പൊ അതാണ് റിയലായിട്ടുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയേണ്ടത്. മറ്റേ കാര്യം ദൈവം തരുന്ന അതിന് നന്ദി പറയണം, അതിന് യാതൊരു സംശയവുമില്ല, അതും പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഈ സന്ദർഭവശാൽ ഞാൻ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ ആമോസിന്റെ പുസ്തകത്തില് ഒരു സിംഹ ഗർജനം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ അവസാന ഭാഗത്തേക്കാണ് നാം വന്നിരിക്കുന്നത്. ആമോസിന്റെ പ്രവചനം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ യോവേലിന്റെ ആ പ്രവചനത്തിന്റെ ഭാഗത്തോടു കൂടിയാണ് അത് ആരംഭിക്കുന്നതും. 9:13 വാക്യം ഒന്ന് വായിച്ച്. ആമോസ് ഓക്കെ, അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും യോവേലിന്റെ പ്രവചനവുമായിട്ടുള്ള താരതമ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. യോവേൽ 1:2 വാക്യം. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളും അവരുടെ മക്കൾ പറയാം. ഓക്കെ, ഒരു വലിയ സത്യം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മളുടെ സാക്ഷ്യം നമ്മുടെ മക്കളോടും അവർ അവരുടെ മക്കളോടും വരുവാനുള്ള തലമുറയോട് ഇത് പറയണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു സന്തതി അവനെ സേവിക്കും. അത് വരുവാനുള്ള തലമുറ അത് പ്രസ്താവിക്കും, അവരോടത് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഠനത്തിന്റെയും നമ്മുടെ സാക്ഷ്യത്തിന്റെയും എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ തലമുറയോട്, തലമുറയോട് ഇത് പറയേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആമോസ് അത് വിളിച്ച് പറയുകയാണ്. ഇനിയും ആമോസ് ആഴമായ പരിചയമുണ്ടായിരുന്നു. അനീതിക്കെതിരെ മുഖം നോക്കാതെ ശക്തമായി ശബ്ദം ഉയർത്തിയിരുന്നു. അമസ്യാവിന്റെ ഭീഷണിയാൽ ആമോസ് തെക്കോവയിലേക്ക് മടങ്ങിപ്പോയി. അവിടെ വെച്ച് ഈ പ്രവചനം എഴുതി. ഇസ്രായേലിന്റെ വിഗ്രഹാരാധനയ്ക്കും ദരിദ്രരെ പീഡിപ്പിക്കുന്നതിനും മറ്റ് ദുർമാർഗങ്ങൾക്കും എതിരെ ന്യായവിധി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് പ്രവചനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ രാജ്യത്ത് നടക്കുന്ന ദൈവത്തിന് വിരോധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം അവർ അന്യോന്യമുള്ള ബന്ധം, അത് ദരിദ്രനെ പീഡിപ്പിക്കുന്നു. ദരിദ്രരും അതോടൊപ്പം സമ്പന്നരും ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയിൽ അതിക്രമം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സമ്പന്നർ ദരിദ്രരെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ ഗ്രന്ഥത്തിന്റെ കാനോനികത്വം പുതിയ നിയമത്തിൽ നിന്ന് തന്നെ ഉറപ്പിക്കപ്പെട്ടതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 42-ാം വാക്യത്തില് സ്റ്റേഫാനോസ് പറയുന്ന വാക്കുകൾ 7:42-43. നിങ്ങൾ മരുഭൂമിയിലേക്ക് 40 സംവത്സരം ഖനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുപോയി. നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലക്കിന്റെ കൂടാരവും വേപ്പാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്ത് നടന്നു വരും. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവചിക്കും. ഓക്കെ, ഇത് കോട്ട് ചെയ്തിരിക്കുന്നത് ഈ ആമോസിന്റെ പ്രവചനത്തിൽ നിന്നാണ്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 15:16-17. ഓക്കെ, അപ്പൊ അവിടെ നാം കാണുന്ന കാര്യം, ആമോസ് ദാവീദിന്റെ വീട് പോയ കൂടാരത്തെ പണിയുമെന്ന് പത്രോസിന്റെ ആ പ്രസംഗമാണ് നമ്മൾ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം അത് വായിക്കുന്നത്. പത്രോസിന്റെ കോട്ടിംഗ് ആണ്. അപ്പൊ അത് ഈ പുസ്തകത്തിന്റെ കാനോനികത്വത്തെ ഉറപ്പിക്കുകയാണ്. പുസ്തകത്തിൽ നിന്നുകൊണ്ട് തന്നെ, അതുപോലെ അനേക പ്രാവശ്യം ആവർത്തന പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കോട്ട് ചെയ്ത് പറയുമ്പോൾ ആ പുസ്തകം അതിൽ തന്നെ കാനോനികമാണെന്ന്, ആധികാരികമാണെന്ന് തെളിയിക്കുകയാണ്. ഇനി വേറെ ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ട് അത് കാനോനികമാക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഓതറൈസ്ഡ് എന്ന് കാണുവാൻ കഴിയും. അതുപോലെ ആമോസിന്റെ സാഹിത്യ രീതി എന്ന് പറയുന്നത് അതുല്യമാണ്.
നിസ്തുല്യമായ ഭാഷാ പ്രയോഗം, അതുപോലെ അദ്ദേഹത്തിന്റെ സാഹിത്യ സവിശേഷത, ഈ യഹൂദ സാഹിത്യത്തിന്റെ നിരവധി അവരുടെ ഭാഷാ പ്രയോഗങ്ങൾ, കാവ്യ പ്രയോഗങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തില് പൗലോസിന്റെ പ്രസംഗം പോലെ ആമോസിന്റെ പ്രസംഗകലയും ചരിത്ര പാഠങ്ങളും വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ ആമോസിന്റെ പുസ്തകം നമ്മൾ കുറച്ച് മനസ്സിരുത്തി ഒന്ന് വായിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഭാഷാ പ്രയോഗവും ആലങ്കാരികതയും അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. ആമോസിന്റെ പ്രവചനത്തില് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, അമസ്യാവ് ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു, ആമോസ് ഇസ്രായേൽ ഗൃഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു, അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിനെ കഴിയില്ല. ഓക്കെ, മത്തായിയുടെ സുവിശേഷത്തിൽ ഇവിടെ 15 വരെ വായിച്ചോ? 15 വരെ വായിച്ചോ? ആമോസ് ഇസ്രായേൽ ഗൃഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു, അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിയില്ല. യൊരോബെയാം വാൾ കൊണ്ട് മരിക്കും, ഇസ്രായേൽ ദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നുവെന്ന് പറയിച്ചു. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേഥേലിലോ നീ പ്രവചിക്കരുത്, അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28, 29, 30 വാക്യങ്ങൾ. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. ഓക്കെ, ആമോസിന്റെ ഭാഷാപ്രയോഗം നമ്മുടെ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ കോട്ട് ചെയ്യുമ്പോൾ അത് എടുത്ത് പറയുകയാണ്. അപ്പോൾ ഭാഷ കൊണ്ടും സാഹിത്യം കൊണ്ടും പ്രമേയം കൊണ്ടും ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു പുസ്തകമാണ് ആമോസിന്റെ പ്രവചനം. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആമോസിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്ക് ദൈവം വരുത്തുന്ന ന്യായവിധിയെക്കുറിച്ച് വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി ദൈവം പ്രഖ്യാപിക്കുമ്പോൾ അത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട. അവിടെ 3-ഓ 4-ഓ അതിക്രമം നിമിത്തം 3-ാമത്തെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദമസ്കോസിന്റെ 3-ഓ 4-ഓ അതിക്രമ നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ടും മെതിച്ചിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ പിൻവലിക്കുകയില്ല. അപ്പൊ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളിൽ ദൈവത്തിന്റെ ആ വാണിങ് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ദൈവം അവരോട് ഇടപെടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 2-ാം അധ്യായത്തില് 3 രാജാക്കന്മാർക്ക് എതിരായിട്ടുള്ള ന്യായവിധി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ നമുക്ക് കാണുവാൻ കഴിയും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മോവാബിന്റെ 3-ഓ 4-ഓ അതിക്രമ നിമിത്തം അവൻ ഏദോം രാജാവിന്റെ അസ്ഥികൾ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കയാൽ തന്നെ ഞാൻ ശിക്ഷ പിൻവലിക്കുകയില്ല. ഞാൻ മോവാബിൽ ഒരു തീ അയക്കും, അത് കെരിയോത്തിന്റെ അരമനകൾ ദഹിപ്പിച്ചു കളയുകയും മോവാബ് കലഹത്തോടും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ മരിക്കും. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 3 മുതൽ 6 വരെ. ആമോസ് 2-ന്റെ 3 മുതൽ 6 വരെ 3 രാജാക്കന്മാർക്കെതിരെയുള്ള ന്യായവിധിയാണ്. ഓക്കെ, ദൈവം മോവാബ്, യഹൂദ, ഇസ്രായേൽ
ഈ 3 രാജ്യത്തെക്കുറിച്ചും അവരുടെ രാജാക്കന്മാരെ കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പണം വായ്പ നൽകുന്നവരുടെ കഠോരത, ബ്ലേഡുകാരെ കുറിച്ചാണ് 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ഒരാളൊന്ന് വായിച്ച് 8-ാം വാക്യം. അവർ അത് ഏതു ബലിപീഠത്തിനരികത്തും പണയം വാങ്ങിയ വസ്ത്രം ധരിച്ച് കിടന്നുറങ്ങുകയും പിഴ അടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അമിതമായിട്ട് പലിശ വാങ്ങുകയും അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാക്കുന്നവരെ യഹോവയായ ദൈവം അവരുടെ കൂടെ ഇല്ല, അവരോട് ശക്തമായിട്ട് എതിർക്കുന്ന കാര്യം ഇവിടെ ആമോസ് പറയുന്നുണ്ട്. പിന്നെ യാക്കോബ് ഗൃഹത്തിലുള്ള ശിക്ഷ ചോദ്യങ്ങൾ 3 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് ഗൃഹത്തിലുള്ള ശിക്ഷ അങ്ങനെയുള്ള 7 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒന്ന് വായിക്കണം. നിങ്ങളെ കുറിച്ച് ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെ കുറിച്ചും യഹോവ അരുളിച്ചെയ്തിരിക്കുന്ന ഈ വചനം കേൾക്കുക. അത് ചോദ്യം 1. ഓക്കെ, ഇസ്രായേൽ മക്കളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ? ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ? കുടുക്കില്ലാതെ ഇരിക്കെ പക്ഷി നിലത്തേക്ക് കെണിയിൽ അകപ്പെടുമോ? ഒന്നും പിടിപെടാതെ കെണി നിലത്ത് വീണ് പോകുമോ? നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം പേടിക്കാതെ ഇരിക്കുമോ? യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യുകയില്ല. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതെ ഇരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതെ ഇരിക്കും. 7 ചോദ്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട 7 ചോദ്യങ്ങളാണ്. അത് റോർ ഓഫ് ദ ലയൺ എന്ന് ആമോസിന്റെ പ്രവചനത്തെ കുറിച്ച് പറയാറുണ്ട്. ഈ 7 ചോദ്യങ്ങളില് 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും ആത്മീയമായിട്ട് ചിന്തിക്കാവുന്ന ഒരു ചോദ്യമാണ്. 2 പേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുമോ? ഇല്ലേ? ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അഭിപ്രായങ്ങളും വ്യത്യസ്തതകൾ കാണുമെങ്കിലും മാനസികമായി ഒന്നിച്ചു പോയെങ്കിലേ ആ കുടുംബജീവിതം ഭംഗിയായിട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇനി 2 പേർ ഒന്നിച്ച് നടന്നാൽ ഒരാൾക്കൊരു ക്ഷീണമുണ്ടായാൽ മറ്റേയാളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി യുദ്ധത്തിന് പോയാൽ 2 പേർ ഒന്നിച്ച് നിൽക്കും യുദ്ധത്തിന്. കാര്യം പഴയ വാളുകൊണ്ടുള്ള യുദ്ധത്തിന്. കാരണം ആധുനിക യുദ്ധത്തിന് പോലും ഓരോ ഗ്രൂപ്പായിട്ടാണ് വിടുന്നത്. കാര്യം അന്യോന്യം പുറം തിരിഞ്ഞു നിന്നാൽ പിന്നിൽ നിന്ന് ശത്രു വന്നാൽ ഒരാളെ എതിർക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ശത്രുവിനെ എതിർക്കുവാൻ ഇപ്പം ദൈവമക്കളായ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ സഹജീവികളുമായിട്ട് സൗഹൃദത്തിലും ബന്ധത്തിലും മുൻപോട്ട് പോകുക എന്നുള്ളത് ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പിന്നെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് എങ്കിൽ മാത്രമേ ഒരുമിച്ച് നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം ക്രിസ്തുവിനോട് ഒരുമിച്ച് നടക്കുന്നതിനെയാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചു. ഓക്കെ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. വിശ്വാസ ജീവിതത്തിലെ യൂണിറ്റിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. സോ വി ക്ലെയിം ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് വിതിൻ അസ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ സമാധാന ബന്ധത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ ഭാവനയോടുകൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്താ ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറയുന്ന അർത്ഥം? ദൈവം പറയുന്ന കാര്യങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ആശയപരമായും വിശ്വാസത്തിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിനെയാണ്. അല്ല ദൈവം പ്രത്യക്ഷമായിട്ട് ഇറങ്ങി വന്നിട്ട് ഒന്നിച്ച് നടക്കുന്നത് ആണോ? അല്ല. ദൈവവചനത്തിലൂടെ നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു, പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഹാനോക്ക്
ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒരു ദിവസം ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവവും ഹാനോക്കും തമ്മിൽ എന്നും രാവിലെ ദൈവം ഹാനോക്കിനെ കാണാൻ വരും. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ നടന്നു പോകും, കാര്യങ്ങളൊക്കെ പറയും, ദൈവത്തിന്റെ ആശയങ്ങളൊക്കെ ഹാനോക്ക് കേൾക്കും, അത് നിവർത്തിക്കും. കാര്യം അങ്ങനെ ഒരു തലമുറയാണത്. അതിഭയങ്കരമായിട്ട് ദൈവത്തിന് വിരോധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. അതുകൊണ്ടാണ് ആ തലമുറയെ ദൈവം നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൽ ഒരു കുടുംബത്തെ ഒഴിച്ച് ബാക്കി മുഴുവൻ പേരെയും ദൈവം നശിപ്പിക്കുവാൻ കാരണം ഈ തലമുറയുടെ പാപത്തിന്റെ തികവ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ അതിലൊരാള് ഹാനോക്ക് ദൈവത്തോട് കൂടെ. അപ്പൊ ഒരു ദിവസം ദൈവവും ഹാനോക്കും തമ്മിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം അല്പസമയം അവരുടെ സാധാരണ നടപ്പിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഹാനോക്ക് പറഞ്ഞു, എന്നാൽ ഞാൻ ഇനി വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു, നീ ഇനി നിന്റെ വീട്ടിൽ പോകണ്ട, പിന്നെ എൻ്റെ വീട്ടിൽ. ആളുകളെല്ലാം അന്വേഷിച്ച് നടന്ന് ഹാനോക്കിനെ. പക്ഷേ ദൈവത്തിന് ഹാനോക്കിനെ വിട്ടുപിരിയുവാന് ഹാനോക്കിനെ വിട്ടുപിരിയുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ദൈവം ഹാനോക്കിനെ തന്റെ സന്നിധിയിലേക്ക് ചേർത്തു. അത് ദൈവവും ഹാനോക്കും തമ്മിൽ, അല്ലെങ്കിൽ രണ്ടുപേര് ഒത്ത് നടന്നതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ദൈവം ഹാനോക്കിനെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത്. ഹാനോക്കിനെ ദൈവം ജീവനോടെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അപ്പം ഇന്ന് ക്രിസ്തുവില് മരിക്കുന്നവരും, തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തില് ജീവനോടിരിക്കുന്നവരും മരിക്കുന്നവരും, മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പം ഒരു രൂപാന്തരീകരണത്തിന്റെ ഉദാഹരണമായിട്ട് ഹാനോക്കിനെയും ഏലിയാവിനെയും നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവ് പറഞ്ഞത്, എനിക്കിപ്പം മരിച്ചാൽ മതി എന്നാണ്. എനിക്ക് മരിച്ചാൽ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്ന് പറഞ്ഞു. ഈ ഏലിയാവ് സത്യത്തിൽ ഒരു ആത്മഹത്യാ ശ്രമമാണ് നടത്തുന്നത്. എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ദൈവം ഏലിയാവിന് ചുഴലിക്കാറ്റിലൊരു റൈഡ് സ്വർഗത്തിലേക്ക് കൊടുക്കുകയായിരുന്നു അല്ലേ. അപ്പം ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ ദൈവത്തിന്റെ എല്ലാ പരമാധികാരത്തോടും ആർഭാടത്തോടും കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഏലിയാവ് പറഞ്ഞ സമയത്ത് ദൈവം മരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇത് നടക്കുമോ? ഇത് നടക്കത്തില്ല. പലപ്പോഴും നമ്മൾ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ കൊണ്ട് ദൈവമേ മതി. നമ്മൾ പറയും ഈ ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ എനിക്ക് മതി ജീവിച്ചു. ചിലപ്പോൾ പിള്ളേർ വഴക്കുണ്ടാക്കിയാൽ പറയും, ചിലപ്പോൾ തന്നെത്താനെ നെഞ്ചത്തിൽ 2 ഇടി ഇടിച്ചിട്ട് പറയും, എനിക്കങ്ങ് ചത്താ മതി എന്ന് പറയും. അത് ഏലിയ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, അത് നിർവഹിക്കപ്പെടണം. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായൊരു വാക്യമാണ്, 2 പേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കുവാൻ സാധിക്കുമോ എന്നുള്ള ആ വാക്യം. അപ്പൊ അത് ജീവിതത്തിന് നമ്മുടെ സഭാപരമായും ഒക്കെയുള്ള യൂണിറ്റിയെയാണ് കാണിക്കുന്നത്. പിന്നെ സിംഹഗർജനം കേട്ടാൽ ആരും ഭയപ്പെടും. അതുപോലെ ആമോസ് യഹോവയുടെ ശബ്ദം കേട്ടു, അതിനാൽ തനിക്ക് പ്രവചിക്കാതിരിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന്റെ ആലോചന പറയാതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള 7 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് വളരെ പ്രസക്തമായ സാധാരണ ജീവിതത്തിലെ ചോദ്യങ്ങളാണ്. അപ്പൊ അതിന് നമ്മുടെ ആത്മീക ജീവിതം കൊണ്ട് അതിന് നാം മറുപടി കൊടുത്തേ മതിയാകുള്ളൂ. തുടർന്ന് നാം കാണുന്ന 4-ാം അധ്യായത്തില് ദൈവം നൽകുന്ന ശിക്ഷകളും പിഴകളും 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കണ്ട. 4-ാം അധ്യായത്തിൽ 12 മുതൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 12-ഉം 13, 4-ന്റെ 12-ഉം 13-ഉം വായിക്കണം. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അത് ജീവിതത്തില് നമ്മുടെ ജീവിതത്തിന്റെ ഒരുക്കത്തെയും തിടുക്കത്തെയുമാണ് അത് കാണിക്കുന്നത്. വിളക്കിൽ എണ്ണയില്ലാതിരുന്ന കന്യകമാരെ പോലെ ആകുവാൻ പാടില്ല. ജീവിതത്തിന്റെ സമൂലമായ യാത്രയിൽ ഒരുക്കമുള്ളവരായിട്ട് നാം തീരണം. അപ്പൊ ആമോസ് അത് ജനത്തോട് പറയുകയാണ്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ, നിന്നോട് കരുണ കാണിക്കുന്ന ദൈവത്തെ, നിന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ, നീ വിട്ടുപോയാലും നിന്നെ വിടാത്ത ദൈവത്തെ, നീ എതിർത്താലും നിന്നോട് സ്നേഹമായി പെരുമാറുന്ന ദൈവത്തെ
നീ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ അനുദപിച്ച് മടങ്ങി വരുവാനുള്ള ശക്തമായ ആഹ്വാനം നമുക്ക് കാണുവാൻ കഴിയും. 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം ഒന്ന് വായിച്ചു. അഞ്ചാം വാക്യം കൂടെ ഓക്കെ. ദൈവം പറയുന്നത് ദൈവത്തെ വിട്ടുപോകരുത്, ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ശക്തമായ ആഹ്വാനം നമുക്ക് കാണുവാൻ കഴിയും. 5-ാം അധ്യായത്തിൽ യഹോവയുടെ ഭയാനകമായ ദിവസം, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം വരുന്നു. അതുകൊണ്ട് അത് ദൈവത്തെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങി ദൈവത്തിന്റെ സേവയിൽ വ്യാപൃതരായി ഇരിക്കുക എന്നുള്ളതാണ്. ദൈവം വെറുക്കുന്ന ആരാധനയാണ് ഇന്ന് നിങ്ങൾ നടത്തുന്നതെന്ന് 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചു. 21, 22 വാക്യങ്ങളില് അടുത്ത വാക്യം കൂടെ ഓക്കെ. നമ്മള് ഇന്ന് കാണുന്ന കുറെയൊക്കെ ഒരു പക്ഷെ ആർട്ടിഫിഷ്യൽ സൃഷ്ടിയായിരിക്കാം. വാട്സപ്പിലെ അനേക യോഗങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ട്. പള്ളികളിലും ആരാധനാലയങ്ങളിലും ഫെയ്ത്ത് ഹോമുകളിലും ഒക്കെ നടക്കുന്ന ഭയാനകമായ ഈ മീറ്റിംഗ് കഴിയുന്നതിനുള്ള വഴക്ക്, ബഹളങ്ങൾ ഇതെല്ലാം വാട്സപ്പിൽ കാണിക്കുകയാണ്. അപ്പൊ യഹോവയായ ദൈവം പറയുകയാണ്, ഇത് വെറുതെയാണ്, നിങ്ങളുടെ സഭായോഗങ്ങളിൽ ഞാൻ പ്രസാദിക്കുന്നില്ല. വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുക, ഇവിടെ ചെന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അത് ഇന്നത്തെ കാലത്ത് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല അല്ലേ? ഏറ്റവും ഭൂമിക്ക് അടിയിലുള്ള 60 മീറ്റർ താഴ്ചയുള്ള സ്ഥലത്തിരിക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറിനെയാണ് ദൂരെ നിന്ന് അടിച്ച് തകർത്ത് കളയുന്നത്. അപ്പൊ ഒന്നും ദൈവത്തിന് അങ്ങനെ ഉണ്ടെങ്കിൽ നീതിന്യായപരമായ കണ്ണുകളുള്ള ജുഡീഷ്യസ് ഐസ്, നീതിന്യായപരമായ കണ്ണുകളുള്ള വലിയവനായ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കുവാനായിട്ട് സാധിക്കത്തില്ല. അനീതിയിൽ രസിക്കുന്ന ഇസ്രായേലിയർക്കുള്ള മുന്നറിയിപ്പ് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കും. 6-ന്റെ 1 മുതൽ. നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ കൽപ്പനയ്ക്ക് ചെന്ന് നോക്കുകയും അവിടെ നിന്ന് മഹതിയായ ഹാമാത്തിലേക്ക് പോകുകയും ഫെലിസ്ത്യരുടെ ഗത്തിലേക്ക് ചെല്ലുകയും. ഓക്കെ. അവിടെ ശക്തമായ വാണിംഗ്, മുന്നറിയിപ്പ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുകയാണ്. അനീതിയിൽ രസിക്കുന്ന മനുഷ്യരോട് നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ഓ അൺടു യു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ദൈവം നിങ്ങളെ ന്യായം വിധിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള ദൂത് ദൈവം കൊടുക്കുകയാണ്. ന്യായവിധിയെക്കുറിച്ചുള്ള ദർശനം ദൈവം കൊടുക്കുകയാണ്. 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 1, 2, 3 വാക്യങ്ങൾ. 7-ന്റെ 1, 2, 3. വെട്ടുക്കിളിയെ കൊണ്ടും തീ അയച്ചും തീക്കട്ട തൂക്കിയും ദൈവം നിങ്ങളെ ശിക്ഷിക്കുവാനായിട്ട് പോകുന്നു. വായിച്ചേ. ഓക്കെ മതി. അപ്പൊ ദൈവം ഇസ്രായേലിനോട് ക്ഷമിക്കുന്ന കാര്യവും, ദൈവം ശിക്ഷിക്കുന്ന ദൈവമാണ്, അപ്പോൾ തന്നെ ദൈവം ക്ഷമിക്കുന്ന ദൈവമാണ്. വിവിധങ്ങളായ ഉപമകളിലൂടെ ഒരു പഴക്കുട്ടയുടെ ദർശനം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഇതുപോലുള്ള ഒബ്ജക്റ്റീവായിട്ട് ചില ഒബ്ജക്റ്റുകൾ കാണിച്ചുകൊണ്ട് ഇസ്രായേലിനോട് സംസാരിക്കാനുള്ള 8-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യം. 8-ന്റെ 11ഉം 12ഉം. ഓക്കെ, അതും പ്രാവചനികമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഒരു കാലത്ത് ഇന്ന് ദൈവത്തിന്റെ വചനം
പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നിരാകരിച്ചുകൊണ്ട് കേൾക്കുവാൻ ഇല്ലാത്തവരായിട്ട് പോകുന്ന ഒരു ജനം, അപ്പത്തിനായിട്ടുള്ള ദാഹമല്ല എന്നാൽ യഹോവയുടെ വചനത്തിനായിട്ട് ദാഹിക്കുന്ന ഒരു കാലം വരും എന്ന് ഓർപ്പിക്കുകയാണ്. യാഗപീഠത്തിന് മീതെ വാളുമായി നിൽക്കുന്ന യഹോവ, 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയുടെ ന്യായവിധി ദൈവം നിവർത്തിക്കുകയാണ്. യാഗപീഠത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ വാളുമായിട്ട് ദൈവം ശിക്ഷിക്കുവാനായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ പ്രഖ്യാപനത്തോടുകൂടി അതോടൊപ്പം ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും എന്ന് 9-ാം അധ്യായത്തിന്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളിൽ പത്രോസ് കോട്ട് ചെയ്ത് പ്രസംഗിച്ച ദൈവത്തിന്റെ വീണുപോയ ദാവീദിന്റെ കൂടാരം അതിനെ വീണ്ടും പണിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആമോസിന്റെ പ്രവചനം അവസാനിക്കുന്നത്. അതൊരു ദൈവത്തിന്റെ വചനമെന്ന് പറയുന്ന ഒരു സിംഹ ഗർജനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമുക്ക് തുടർന്നുള്ളത് ഓബദ്യാവിന്റെ പ്രവചനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഓബദ്യാവിന്റെ പ്രവചനം എത്ര അധ്യായമുണ്ട്? 1 ഉള്ളല്ലേ? ഓബദ്യാവ് 1 അധ്യായമേ ഉള്ളൂ. അതിലെ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഓബദ്യാവിന്റെ പുസ്തകത്തിലാണ് നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും മനുഷ്യൻ ചന്ദ്രനിലേക്കും ഒക്കെ പോകുമെന്നുള്ള സൂചന ദൈവവചനത്തിൽ മുന്നമേ നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ഓബദ്യാവിന്റെ പുസ്തകത്തിലാണ്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്നത് ശുഭാംശു ശുക്ല എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ 2ാമത്തെ ആള് ഇപ്പോൾ ഔട്ടർ സ്പേസിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ കുറെ ദിവസങ്ങൾ തന്നെ താമസിച്ച് ഗവേഷണം നടത്തുവാനായിട്ടാണ് പോയിരിക്കുന്നത്. ഓബദ്യാവിന്റെ പുസ്തകത്തില് ക്രിസ്തു നമ്മുടെ രക്ഷിതാവ് എന്ന് സമർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. വാക്യം 17, 21 ഈ 2 വാക്യം ഒന്ന് വായിച്ച്. അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗൃഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും. അന്ന് യാക്കോബ് ഗൃഹം തീയും, യോസേഫ് ഗൃഹം ജ്വാലയും, ഏശാവ് ഗൃഹം കാവലിയുമായിരിക്കും. ഓക്കെ, ബേത്ലഹേമിൽ നമ്മുടെ രക്ഷിതാവായിട്ട് ക്രിസ്തു ജനിച്ചു എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 1:21, മാത്യു 1:21 ഒന്ന് വായിക്കാം. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. യേശു എന്ന രക്ഷകൻ, യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. ഈ ഹോശയ അതുപോലെ യോശുവ, യഹേശുവ എന്നുള്ള വാക്കിൽ നിന്നാണ് ജോഷുവ. ഇതിനെല്ലാം ഈ പേരുകളുടെ എല്ലാം അർത്ഥം രക്ഷകൻ എന്നാണ്, അല്ലെങ്കിൽ രക്ഷിതാവ് എന്നാണ് ഈ പേരുകളുടെ അർത്ഥം. അപ്പോൾ ദൈവം ക്രിസ്തു നമ്മുടെ രക്ഷിതാവെന്ന് ഓബദ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വാക്യം 4-ാം അധ്യായം 21-ാം വാക്യം. ഓബദ്യാവ് 4-ാം വാക്യം 21-ാം വാക്യം. നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓക്കെ, 21-ാം വാക്യം. രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജത്വം യഹോവയ്ക്കുള്ളതാകുന്നു. ഓബദ്യാവിന്റെ പ്രവചനത്തിലെ സുപ്രധാനമായ ഒരു വാക്യമായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് കഴിയും. ഈ പുസ്തകത്തിലെ ഏദോമിന്മേൽ വരുന്ന ന്യായവിധി പ്രഖ്യാപിക്കപ്പെടുന്നു. രണ്ടാമത്
ഈ ന്യായവിധിയുടെ കാരണം അതിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഏദോമിന് കൊടുക്കുന്ന ന്യായവിധിയുടെ കാരണം അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഏദോമിനെ ദൈവം ശിക്ഷിക്കുന്ന ഈ ന്യായവിധിയുടെ കാരണം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പറയണം, ഒന്ന് വായിക്കണം. ചില ഉറച്ചു വായിച്ചു. യഥാർത്ഥത്തിൽ ഏദോമിന് ശിക്ഷ വരുവാനുള്ള കാരണം ഏദോം ഇസ്രായേലിനോടുള്ള അവരുടെ ഇടപാടുകൾ ഇസ്രായേലിനെ ഉപദ്രവിക്കുകയും ദുഷിക്കുകയും അവരുടെ വാതിൽ പടികളിൽ കയറി അവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഏദോമിനെ ശിക്ഷിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. നമുക്കറിയാം ഏദോം എന്ന് പറയുന്നത് ഏശാവിന്റെ വംശ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ഇവര് തമ്മിൽ ബന്ധമുണ്ട്. എങ്കിലും നീ എൻ്റെ ജനത്തോട് അല്ലെങ്കിൽ നിന്റെ സഹോദരനോട് നീ കർക്കശമായിട്ട് ഇടപെട്ടു എന്ന് ദൈവം ഇവിടെ പറയുകയാണ്. ഈ ഓബദ്യാവ് ബൈബിളിലെ 31-ാമത്തെ പുസ്തകമാണ്. ഒരധ്യായമേ ഉള്ളൂ, 21 വാക്യങ്ങൾ, 4 ചോദ്യങ്ങൾ, 30 മുന്നറിയിപ്പുകൾ ഈ പുസ്തകത്തിലുണ്ട്. പ്രവചനപരമായ വാക്യങ്ങൾ 12 വാക്യങ്ങൾ പ്രവചനപരമായിട്ടുള്ളതാണ്. 3 വാക്യങ്ങൾ ദൈവത്തിന്റെ ദൂതായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഓബദ്യാവിനെ കുറിച്ച് പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാണ് ഓബദ്യാവ്. ഓബദ്യാവ് എന്ന പേരിന്റെ അർത്ഥം യഹോവയുടെ ദാസൻ എന്നർത്ഥം. അത് മീനിങ് ഓഫ് ഓബദിയ, യഹോവയുടെ ദാസൻ, സെർവന്റ് ഓഫ് ദ ലോർഡ്. നാശത്തിന്റെയും ന്യായവിധിയുടെയും സന്ദേശമാണിത്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ നീതിയെക്കുറിച്ചുള്ള ശക്തമായ സന്ദേശം ഈ പുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിലെ 13 ഓബദ്യാവുമാരിൽ ആരാണ് ഗ്രന്ഥകാരൻ എന്ന് വ്യക്തമല്ല. 13 ഓബദ്യാവുമാരെ കുറിച്ച് പറയുന്നുണ്ട്. അതില് ഏലിയാവിന്റെ കാലത്ത് പ്രവാചകന്മാർക്ക് അപ്പവും വെള്ളവും കൊടുത്തവരെ 100 പ്രവാചകന്മാരെ സൂക്ഷിച്ച ഒരാളുണ്ടായിരുന്നു ഓബദ്യാവ്, അല്ലെ? അങ്ങനെ പല ഓബദ്യാവന്മാരുടെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ഇത് ഏതാ ആളാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. എങ്കിലും ആഹാബിന്റെ കാലത്ത് രാജകൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ ഇസബേലിന്റെ ദൃഷ്ടിയിൽപ്പെടാതെ 100 പ്രവാചകന്മാരെ ഗുഹയിൽ ഒളിപ്പിച്ച് സംരക്ഷിച്ച ഓബദ്യാവ് ആകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. നമുക്കത് ഖണ്ഡിതമല്ല. ആഹാബിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഓബദ്യാവിനെ പറ്റി ബാബിലോണിയൻ തൽമൂദില് യഹൂദന്മാരുടെ എക്സ്ട്രാ റൈറ്റപ്പാണ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഹാബിന്റെ ഗൃഹവിചാരകനായ ഓബദ്യാവാണ് ഈ ഗ്രന്ഥം എഴുതിയതെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഇസ്രയേലിനും ഏദോമ്യരും പരമ്പരാഗതമായ ശത്രുക്കളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏശാവിന്റെ കാലം മുതൽ ഉള്ള ശത്രുതയാണ്. ഏശാവിന്റെ സന്തതി പരമ്പരയാണ് ഏദോമ്യർ, യാക്കോബിന്റെ സന്തതി പരമ്പരയാണ് ഇസ്രായേല്യർ. ഏശാവിന്റെ ജ്യേഷ്ഠാവകാശവും മറ്റുള്ള അവകാശങ്ങളും കബളിപ്പിച്ച് എടുത്തതിന്റെ ഉൽപ്പത്തി 25-ാം അധ്യായം 21-ാം വാക്യം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശത്രുത ഉണ്ടായത്. ചുവന്ന പായസത്തിന് പകരം തന്റെ ജ്യേഷ്ഠാവകാശം ഏശാവ് യാക്കോബിന് വിറ്റു. അക്കാരണത്താൽ ഏശാവിന് ചുവന്നവനെന്ന് പേര് കിട്ടി. ഉൽപ്പത്തി 25-30. ഓക്കെ, അത് ഉൽപ്പത്തി 25-30 ഒന്ന് വായിച്ചാൽ. ഓക്കെ,
പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവീൻ എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏശാവ് ജന്മന ചുവന്നവനാണ്. ഏതോ എന്ന് പറഞ്ഞാൽ ചുവപ്പെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ചുവന്ന പായസം കുടിച്ചത് കൊണ്ട് മാത്രമല്ല ഇവൻ ജന്മന ചുവന്ന ആളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏശാവ് ഒരു എന്താ പറയുന്നത്, മരുഭൂമിയില് പിന്നെ ഉഴന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഭൂമിയിലെ അനുഗ്രഹം കൊണ്ട് ജീവിച്ച ആളാണ് ഏശാവ്. എന്നാൽ അപ്പന്റെ അനുഗ്രഹം, ഇനി ഒരനുഗ്രഹം പോലും എനിക്കില്ലയോ എന്ന് പറഞ്ഞ് കരയുന്ന ഏശാവിനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ അന്നു മുതൽ ആരംഭിച്ച ഈ ശത്രുത ഇന്നും ആ ശത്രുത നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ ഇതിലുള്ള ആളുകൾ, ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഏതോമ്യരാണ്, ഏതോ വംശക്കാരാണ്. അവിടുത്തെ ആദിവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഏതോമ്യരാണ് എന്നും. അപ്പൊ ഇന്നും ആ ശത്രുത മനസ്സിലുണ്ട്. അപ്പൊ ഈ ഏശാവിന്റെ പ്രശ്നം, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ, എന്തൊരു വലിയ പദവിയാണെന്നറിയാമോ ജ്യേഷ്ഠാവകാശം യഹൂദനെ സംബന്ധിച്ച്. അപ്പൊ തന്റെ അവകാശത്തെക്കുറിച്ച് ഇവന്റെ ആ ജീവിതം കൊണ്ട് മരുഭൂമിയിൽ അലിഞ്ഞു തിരിയുന്ന, ദൈവത്തെയും അപ്പനെയും അമ്മയെയും അനുസരിക്കാത്ത ജീവിതം കൊണ്ട് ജ്യേഷ്ഠാവകാശമൊന്നും എനിക്ക് വേണ്ട. ഇന്നും പലരും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന എന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പക്ഷെ ഈ അനുഗ്രഹം ഒന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ അതൊക്കെ ത്യജിച്ചിട്ട് നടക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇത് മാത്രമല്ല, യഹൂദന്മാരുടെ ഇടയിൽ അപ്പൻ കഴിഞ്ഞാൽ അപ്പന്റെ സകല അധികാരവും ആർക്കാ ഉള്ളത്? മൂത്ത മകനാ ഉള്ളത്. അപ്പൊ ഈ ഒരു മൂത്ത മകൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവന്റെ പ്രശ്നം, ഈ ഇളയവൻ തിരിച്ചു വന്നതാണ്. അപ്പന്റെ പ്രശ്നം, അവൻ തിരിച്ചു വന്നല്ലോ എന്നുള്ള വലിയ സന്തോഷം ഈ അപ്പനുണ്ടായി. പക്ഷെ മൂത്തവൻ ഒട്ടും സന്തോഷം ഉണ്ടായി. എന്താ കാര്യം എന്നറിയോ? ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ അപ്പന്റെ അവകാശം കൂടെ ആർക്ക് കിട്ടുമായിരുന്നു? മൂത്ത മകന് കിട്ടുമായിരുന്നു. അപ്പൊ ഇരട്ടി അവകാശം, അവരുടെ പങ്ക് വിഭജിക്കുമ്പോൾ ഇരട്ടി അവകാശം ആർക്കുള്ളതാണ്? മൂത്ത മകനാണ് ഇരട്ടി അവകാശവും എല്ലാത്തിന്റെയും അധികാരവും അവനാണ്. അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തില് അവൻ സകലത്തിന്റെയും ആദ്യജാതൻ എന്ന് പറയുന്നത്. ഈ ആദ്യജാതൻ എന്ന് പറയുന്നത് സകലത്തിന്റെയും അധികാരി എന്നുള്ള നിലയിലാണ്. യഹോവ സാക്ഷികള് അവൻ മുൻപേ ജനിച്ചവനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കാൾ ഇൻഫീരിയർ ആണ് ക്രിസ്തു എന്ന് പറയാൻ അവർ പറയുന്ന വാക്യമാണ് കൊലോസ് ലേഖനത്തിലെ വാക്യം. എന്നാൽ അതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് സകലത്തിനും അധികാരമുള്ളവനാണ് ക്രിസ്തു. അതല്ലാതെ ജനിച്ചവരിൽ ആദ്യജാതൻ എന്നുള്ളതല്ല, മൂത്തവനായി ജനിച്ചു എന്നുള്ളതല്ല. സകലത്തിനും അവകാശിയും അധികാരിയും അവനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഏശാവ് എന്ത് ചെയ്തു? ജ്യേഷ്ഠാവകാശം ഒന്നും എനിക്ക് വേണ്ട, ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്, ചാപ്പാട് കിട്ടണം, അത്രയുള്ള അനുഗ്രഹം ഒരു വിഷയമല്ലായിരുന്നു. അപ്പം എബ്രായ ലേഖനകാരൻ പറയുന്നത് ഏശാവിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവന് ഈ പായസം കുടിച്ചതോ അല്ലെങ്കിൽ ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞോ ഇതൊന്നും അല്ല പ്രശ്നം. ബേസിക്കലി അവന്റെ സ്വഭാവം എന്തായിരുന്നു? അഭക്തനായിരുന്നു. ദൈവവുമായിട്ട് അവനൊരു ബന്ധവും ഇല്ലായിരുന്നു. അപ്പൊ അത് പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ ഇന്നും ഉപദ്രവിക്കുന്നു. ആ കാലങ്ങളിലൊക്കെയും ഇസ്രായേലിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ കനാനിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഏദോമ്യരുടെ ദേശത്തുകൂടി പോകേണ്ടി വന്നു. അപ്പോൾ ഏദോമ്യർ അവരെ നിരോധിച്ചു. ഞങ്ങളുടെ ദേശത്തൂടെ പോകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഓക്കെ, യാക്കോബും ഏശാവും തമ്മിലുള്ള ശത്രുത തലമുറകളിലും തുടർന്നിരുന്നു. ഏദോമിനെ ദൈവം കഠിനമായി ശിക്ഷിച്ചു. അവരുടെ അഹങ്കാരം അവർക്ക് പരാജയമുണ്ടാക്കി. ഈ ആമോസ് 9:2, അതുപോലെ യെശയ്യാ പ്രവചനം 14:12, യെശയ്യാവ് 14:12 വായിച്ചേ. ഓക്കെ, അവിടെ ഏദോമിനെ ദൈവം വെട്ടേറ്റ് നിലത്ത് വീണ അരുണോദയ പുത്രനോട് താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ
ഇസ്രായേലിന്റെ ശത്രുക്കളായ ഏദോമ്യരെ മറനീക്കി കാണിക്കുന്നു. ഇവരുടെ ശത്രുതയും ഏദോമിന്റെ ശിക്ഷയും വ്യക്തമാക്കുന്ന ആണ് 17ഉം 19ഉം വാക്യങ്ങൾ. രാജ്യത്വം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന വിജയാഘോഷത്തോടെ ഈ ഗ്രന്ഥം അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയായിട്ട് ഏദോമിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആത്യന്തിക വിജയം ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്. യഹോവ തന്റെ സിംഹാസനത്തിൽ ഭരിക്കും. എന്റെ സിംഹാസനത്താണ് എനിക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ടെന്ന് യഹോവയായ ദൈവം പറഞ്ഞു. ഇവിടെ പറഞ്ഞേക്കുന്ന പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. അമാലേക്കിനോടുള്ള യുദ്ധം അവസാനിക്കുമ്പോൾ യഹോവ പറയുകയാണ്, എനിക്ക് തലമുറയായിട്ട്, അതെന്തോ ഈ തലമുറയായിട്ട് അമാലേക്കിനോട് യുദ്ധം ഉണ്ടാകുവാൻ. അമാലേക്ക് എന്ന് പറയുന്നത് ജഡത്തിന്റെ നിദർശനമാണ്, പിശാചിന്റെ നിദർശനമായിട്ട് അമാലേക്കിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇനി അമാലേക്കും ഏശാവും തമ്മിലുള്ള ബന്ധം എന്തുവാ? ഏശാവിന്റെ കൊച്ചുമകനാണ് അമാലേക്ക്. ഏശാവിന്റെ മകനായ എലീഫസിന്റെ മകനാണ് അമാലേക്ക്. ഈ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ ആദ്യമായിട്ട് അവരോട് ഇസ്രായേൽ മക്കളെ യുദ്ധം പരിചയമില്ലാതെ അവര് മറ്റു ആരുമായിട്ട് ഇങ്ങനെ ഒരു യുദ്ധത്തിൽ അവർ ഏർപ്പെട്ടിട്ടില്ല. അവർ മരുഭൂമിയിൽ പോകുമ്പോൾ ആദ്യമായിട്ട് അവരോട് യുദ്ധത്തിന് വരുന്ന ആരാ? അമാലേക്കാണ്. അതുകൊണ്ടാണ് ഇത്ര കർക്കശമായിട്ട് ദൈവം പറയുന്നത്. ഈ അമാലേക്ക് എന്ന് പറഞ്ഞാൽ അത് ലൂസിഫറിന്റെ പ്രവർത്തനമാണത് എന്ന് ദൈവത്തിനാണ്. അതുകൊണ്ടാണ് എനിക്ക് തലമുറയായി അമാലേക്കിനോട് യുദ്ധമുള്ളത്. ഈ അമാലേക്കിനെ അന്തിമമായിട്ട് പിടിച്ചുകെട്ടി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് ദൈവം എറിയുന്നത് വരെ പിശാചിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏദോമിന് ഇത്രമാത്രം ശത്രുത യാക്കോബിനോട് ഉണ്ടാകുവാനായിട്ടുള്ള കാരണം. ഇസ്രായേലിനെ ഉപദ്രവിച്ച ഏദോമിന് വരുവാൻ പോകുന്ന ന്യായവിധിയെ പറ്റി മുന്നറിയിപ്പ് നൽകുന്നു. നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോടും ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടക്കി വരുത്തും എന്ന് ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരു കുടിപ്പകയുടെ ചരിത്രം, അതൊരു പൈശാചിക ചരിത്രമായിട്ട് കാണുവാൻ കഴിയും. കാരണം പിശാച് ഏശാവിനെ കൊണ്ട് അല്ലെങ്കിൽ ഏദോമിനെ കൊണ്ട് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ നശിപ്പിക്കുവാനായിട്ട് അവരതിൻ്റെ പിന്നില് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ദൈവം എന്തിനാ തൻ്റെ സിംഹാസനം കൊണ്ട് ആണയിടുന്നതെന്നറിയാം. ഐ സ്വയർ അപ്പോൺ മൈ ത്രോൺ എന്നാ പറയുന്നത്. ഞാൻ എൻ്റെ സിംഹാസനം കൊണ്ട് ആണയിടുന്നു. കാരണം ലൂസിഫർ എന്തോ പറഞ്ഞതറിയോ? അത്യുന്നതന്റെ സിംഹാസനത്തിന്റെ മുകളിൽ മീതെ എന്റെ സിംഹാസനം വെക്കും എന്നാണ് അവൻ പറയുക. അപ്പൊ ദൈവത്തിന്റെ സിംഹാസനത്തോടായിരുന്നു ആർക്ക് താല്പര്യം? ലൂസിഫറിന് താല്പര്യം. അപ്പൊ അവന്റെ സന്തതി പരമ്പര അല്ലെങ്കിൽ അവൻ നിയന്ത്രിക്കുന്ന ഒരു ജനമാണ് ഏദോമ്യരെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പം യെരൂശലേമിനെതിരെ വിദേശ ആക്രമണം ഉണ്ടായപ്പോൾ ഏദോം ഒത്താശ നൽകി. ഏദോമിന്റെ തലസ്ഥാനത്ത് സേല എന്നും പെട്ര എന്നും പേരുണ്ട്. പെട്ര എന്നാൽ പാറ എന്നർത്ഥം. പ്രകൃതിപരമായി പാറക്കോട്ടകളാൽ സുരക്ഷിതമായിരുന്ന ഈ നഗരത്തെ പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയുകയില്ല. പക്ഷേ ദൈവത്തിന്റെ ന്യായവിധി തടയാൻ സാധ്യമല്ല. AD 70 റോമൻ സൈന്യം ഏദോമിനെ പൂർണ്ണമായി നശിപ്പിച്ചു. വളരെ ഉന്നതമായ പാറക്കെട്ടുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു പട്ടണമായിരുന്നു ഏദോം. എന്നാൽ ദൈവിക ന്യായവിധി വന്നപ്പോൾ ദൈവം മുകളിൽ നിന്ന് ആക്രമിക്കുന്ന ദൈവമാണ്. ഇനി ഇതിലെ പ്രധാന ഉപദേശങ്ങൾ: ദൈവം സർവ്വ സൃഷ്ടിയുടെയും പരമാധികാരിയാണ്. ദൈവം സർവ്വരാജ്യങ്ങളുടെയും നിയന്ത്രിതാവാണ്. അവൻ വിശുദ്ധനും സകല മനുഷ്യരിലും വിശുദ്ധി ആഗ്രഹിക്കുന്നവനുമാണ്. ഏദോമിന്റെ ശിക്ഷ പോലെ പാപികളായ എല്ലാവരും ന്യായവിധിക്ക് അധീനരാണ്. ഇസ്രായേൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെങ്കിൽ ശിക്ഷയിൽ നിന്ന് അവരും ഒഴിവുള്ളവരല്ല. ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചാൽ, ദൈവിക കൽപ്പനകളെ അനുസരിക്കാൻ വിമുഖത കാട്ടിയാൽ, സ്വന്തം ജനമാണെങ്കിലും അവരും ശിക്ഷയ്ക്ക് അതീതരല്ല എന്ന് ഓബദ്യാവ് നമ്മളോട് പറയുന്നുണ്ട്. ഓബദ്യാവ് പ്രവചനങ്ങളിലുള്ള സമാന്തര വാക്യങ്ങൾ യെരമ്യാവിലുണ്ട്. അതുപോലെ ഓബദ്യാവും മത്തായിയുടെ സുവിശേഷത്തിലും നമുക്കത് കാണുവാൻ കഴിയും. അപ്പോൾ വളരെ പ്രാവചനികമായ പ്രാധാന്യമുള്ള, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നാം വിശുദ്ധമായി ദൈവസന്നിധിയിൽ നാം ജീവിക്കേണ്ടതാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കേണ്ടവരാണെന്നുള്ള പ്രബോധനം ഈ ഓബദ്യാവിന്റെ പുസ്തകം ചെറിയ 21 വാക്യങ്ങൾ മാത്രമേ ആ പുസ്തകത്തിലുള്ളൂ. എങ്കിലും
അത് വളരെ ശക്തമായിട്ട് നമ്മോട് സംസാരിക്കുന്നത് വലിയവനായ ദൈവം ഹീസ് ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ്. സർവശക്തനായ ദൈവം സകലത്തിൻ്റെയും നിയന്ത്രിതാവാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അഹങ്കാരം മൂലമാണ് ഏദോമിന് ശിക്ഷയുണ്ടാകുന്നതെന്ന് ഈ ഓബദ്യാവിന്റെ പുസ്തകം നമ്മോട് പറയുന്നുണ്ട്. നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും, 4-ാമത്തെ വാക്യം, ഏദോമിന്റെ കേന്ദ്രസ്ഥാനമായ പെട്ര നഗരത്തിന്റെ സംവിധാനം ശത്രുവിന് എത്തിപ്പറ്റാൻ വയ്യാത്ത വിധമായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഇറക്കും എന്ന് ദൈവം പറഞ്ഞത്. നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും, അല്ലെങ്കിൽ ഓക്കെ 4-ാം വാക്യം അതാണ്, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് നിന്നെ ഇറക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് ഈ ലോകത്തിൽ നമുക്കറിയാം, ലോക വികസിത രാജ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആയുധങ്ങൾ ഏതു മനുഷ്യന്റെയും അകത്തളങ്ങളിലേക്ക് ഏറെ രഹസ്യമായി ഭൂമിക്കടിയിൽ മനുഷ്യന് ചെന്നെത്താവുന്നിടത്തോളം ആഴത്തിൽ കുഴിയുണ്ടാക്കി കോട്ടകൾ ഉണ്ടാക്കി വെച്ചാലും അതിലേക്ക് ചെല്ലുന്ന മാനുഷിക നിർമ്മിതമായ ആയുധങ്ങൾക്ക് കഴിയുമെങ്കിൽ സർവശക്തനായ ദൈവത്തിന് അതിലെത്ര അധികമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ള ഒരു വലിയ പാഠം. മാത്രമല്ല, ലോകത്തിൽ ഒരു അഭയസ്ഥാനവും ഇല്ല, ഉണ്ടോ? ഇന്ന് മറഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കില്ല. ബങ്കറിനടിയിൽ കഴിഞ്ഞിരുന്നതാണ് സാദം ഹുസൈൻ. സാദം ഹുസൈനെ അവിടെ ചെന്ന് അതിനകത്തേക്ക് ബോംബിട്ട് നശിപ്പിച്ചിട്ട് ജീവനോടെ പിടിച്ചുകൊണ്ട് വരികയായിരുന്നു. അതുകൊണ്ട് ഒരു സുരക്ഷിത സ്ഥാനവും നമുക്കില്ല. എന്നാൽ സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും ആയിരിക്കും. അത് മാത്രമേ ഉള്ളൂ നമുക്ക് സങ്കേതമായിട്ടുള്ളത്. അവന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നമുക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, അവ നിന്നോട് അടുത്തു വരികയില്ല. അപ്പൊ ഇത് ഈ കുവൈറ്റ് വാറിന്റെ സമയത്ത് ഞാനന്ന് ദോഹയിലാണ്. അപ്പം 32 വർഷം കഴിയും. അപ്പോൾ അന്ന് എല്ലാവരും ഇനി തിരിച്ചു പോരാനായിട്ട് ശ്രമിക്കുകയാണ്. എനിക്കൊരു ചെറിയ കട അവിടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് സഭയിലുള്ള സഹോദരന്മാരൊക്കെ പറഞ്ഞു, ഇനിയും പുറത്താർക്കും ഈ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളൊന്നും കൊടുക്കണ്ട, അത് നമ്മുടെ ആവശ്യത്തിന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി പേര് അവിടുന്ന് രക്ഷപ്പെട്ടു പോരുന്നു. എന്നാൽ അന്ന് ഞാൻ ദോഹയിൽ ഒരു ചെറിയൊരു മെസ്സേജ് അവിടെ കൊടുത്തത് ഈ 91-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും. നമുക്ക് പാർക്കുവാൻ ഒരു ഇടമുണ്ടെങ്കിൽ അവിടെ മാത്രമാണ്. ചെന്ന് താമസിക്കുവാൻ ഒരു ശാശ്വത ഭവനമുണ്ടെങ്കിൽ അവിടെ മാത്രമാണ്. കർത്താവ് നമ്മോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തോളൂ. ഓക്കെ, അപ്പം വളരെ സുപ്രധാനമായ ചില വാക്യങ്ങളുണ്ട്, അത് നമ്മൾ കാണാതെ പഠിക്കണം. സഹോദരി, വളരെ താങ്ക്സ്. ദൈവം അത്ഭുതകരമായിട്ട് നല്ല മക്കളെ പരിപാലിക്കും. നമ്മുടെ ശരണം അത്യുന്നതന്റെ ആ മറവിൻ കീഴിലാണ് എന്നുള്ള ആ വലിയ ഉറപ്പ് ഉണ്ടാകണം. കേവലം പ്രവചന പുസ്തകങ്ങൾ പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ അതിലെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ഞാൻ അടുത്ത 4 പുസ്തകങ്ങൾ അടുത്ത മീറ്റിങ്ങിന് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.